ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് സീഡ്സുകൾ നടുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇക്കാണുന്നവയിൽ എല്ലാ വിത്തുകളും നമ്മൾക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മുളച്ച് കിട്ടിയിട്ടുള്ള സീഡ്സിനെ പറ്റി മാത്രമായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ കൈവശമുള്ള മുളച്ച് കിട്ടിയ ഒരു സീഡ്സിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാനായി പോകുന്നത്. നമ്മളുടെ കൈവശമുള്ള കോളിഫ്ലവറിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പഴയ തോർത്ത് നനച്ചെടുത്തതിന് ശേഷമാണ് നമ്മളുടെ സീഡ്സ് എല്ലാം മുളപ്പിക്കാനായി പോകുന്നത്. അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്ത തോർത്തിനുള്ളിൽ മുളച്ചു വന്നിട്ടുള്ള വിത്തുകളാണ് ഈ കാണുന്നവയെല്ലാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ വിത്തുകളെല്ലാം ഏകദേശം ഇതേപോലെ മുളച്ചു കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ മുളച്ചു കിട്ടിയ വിത്തുകളെല്ലാം നമുക്ക് മണ്ണിലേക്ക് പാകാനായി സാധിക്കുന്നതാണ്. പഴയൊരു ഡിഷിൽ മണ്ണിട്ടതിന് ശേഷം അതിലേക്കാണ് നമ്മൾ വിത്തുകളെല്ലാം പാകാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവറിന്റെ വിത്തുകളൊക്കെ പാകി ഒരു ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വിത്തുകൾ നട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. വേരുകളൊക്കെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നൂന്നു നിൽക്കാൻ പരുവത്തിലായിരിക്കുകയാണ് കോളിഫ്ലവർ. തൈകൾ വളർന്നു വരുന്നതിന് ആവശ്യകരമായ ഈർപ്പം മണ്ണിനുള്ളിൽ നിലനിൽക്കുന്നത് വളരെ പ്രയോജനകരമാണ്. റബ്ബർ ഷീറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡിഷുകളാണ് വിത്ത് മുളപ്പിക്കാനായി ഞാൻ പൊതുവെ ഉപയോഗിച്ച് പോരുന്നത്. വിത്തുകൾ പാകിയതിന് ശേഷമുള്ള മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം രണ്ടില പരുവത്തിൽ കിളിർത്തു വന്നിട്ടുള്ള തൈകളാണ് ഈ കാണുന്നതെല്ലാം. വേരുകളൊന്നും അടർന്നു പോകാതെ പിഴുതു മാറ്റി നടാൻ സാധിക്കുന്ന പരുവത്തിലായിരിക്കുകയാണ് നമ്മുടെ തൈകളെല്ലാം. ഇനി നമ്മൾ ഇതേപോലെ നട്ടു വളർത്തിയിട്ടുള്ള ചീരത്തൈകളാണ് ഈ കാണുന്നവയെല്ലാം. ഡിഷിൽ മണ്ണ് നിറച്ചതിന് ശേഷം ചീരവിത്തുകൾ നേരിട്ട് പാകാനായി സാധിക്കുന്നതാണ്. ചീരവിത്ത് പാകിയതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വളർച്ചയാണ് ഈ കാണുന്നത്. ചീരയ്ക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഇളക്കമുള്ളതും അതേപോലെ തന്നെ ഈർപ്പം നിലനിൽക്കുന്നതുമായ മണ്ണാണ് ആവശ്യമായി വരുന്നത്. ഈ ഒരു പരുവത്തിൽ ചീരത്തൈകൾ നമ്മൾക്ക് മാറ്റി നടാനായി സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള ചീരകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. സുന്ദരി ചീര, ചുവപ്പൻ, പച്ച, മയിൽപ്പീലി ചീര, പൊന്നാങ്കണ്ണി ചീര എന്നിങ്ങനെ ഒട്ടനേകം ചീരകൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗ്രോ ബാഗിനെ പറ്റി പരിചയപ്പെടാം. വലുതും ചെറുതുമായ ഒരുപാട് തരം ഗ്രോ ബാഗുകൾ ലഭ്യമാണ്. അതിൽ സ്മാൾ സൈസിലുള്ള ഗ്രോ ബാഗുകളാണ് ഈ കാണുന്നത്. അപ്പോൾ സ്മാൾ സൈസിലുള്ള കുറേ അധികം ഗ്രോ ബാഗുകൾ നമ്മളുടെ കൈവശമുണ്ട്. അപ്പോൾ നമ്മളുടെ തൈകളെല്ലാം ഇതിലൂടെയാണ് നമ്മൾ വളർത്തിയെടുക്കാനായി പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രോ ബാഗിന്റെ സൈസ് വരുന്നത് 30x16x16 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഏകദേശം 10 രൂപയാണ് വരുന്നത്. മാർക്കറ്റുകളിൽ വ്യത്യസ്ത സൈസിലും പ്രൈസിലുമായി ഗ്രോ ബാഗുകൾ ഇന്ന് ലഭ്യമാണ്. ഇനി ഈ ഒരു ഗ്രോ ബാഗിന്റെ മൊത്തത്തിലുള്ള വിസ്താരമാണ് കാണിക്കാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മളുടെ ഗ്രോ ബാഗ് ഉണ്ടാവുക. അപ്പോൾ ഇതിനുള്ളിലായി ഏകദേശം 8ഓളം ഹോളുകളാണ് വരുന്നത്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജലം വാർന്നു പോകാൻ വേണ്ടിയുള്ളതാണ്. പച്ചക്കറികൾ നടാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗ്രോ ബാഗാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ ബ്ലാക്കും ഔട്ട്സൈഡിൽ വൈറ്റ് കളറുമാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുന്ന ജോലിയാണ് ഉള്ളത്. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള മണ്ണാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മണ്ണിൽ നിന്നും ആവശ്യമില്ലാത്ത കല്ലുകളും വേരുകളും ഇലകളും മാറ്റിയതിന് ശേഷമുള്ള മണ്ണാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ തൈ നടാൻ ആവശ്യമായ മണ്ണ് നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുന്ന ജോലിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള മണ്ണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. കോരി ഉപയോഗിച്ചാണ് ഞാൻ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുന്നത്. ഗ്രോ ബാഗിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ പരമാവധി മണ്ണ് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനായി ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മളുടെ ഗ്രോ ബാഗിലേക്ക് വേണ്ടത്ര മണ്ണ് നമ്മൾ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിറച്ചെടുത്തിട്ടുള്ള കുറച്ചധികം ഗ്രോ ബാഗുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമ്മൾ നട്ടെടുത്തിട്ടുള്ള ക്യാബേജിൻ്റെ തൈകളാണ് ഈ കാണുന്നവയെല്ലാം. വളരെ കഷ്ടിച്ച് 4-5 ക്യാബേജിൻ്റെ തൈകൾ മാത്രമാണ് നമുക്ക് മുളച്ച് കിട്ടിയിട്ടുള്ളത്. മുൻപ് പറഞ്ഞതുപോലെ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനായി ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ നട്ടെടുത്തിട്ടുള്ള തക്കാളികളുടെ തൈകളാണ് ഈ കാണുന്നവയെല്ലാം.
ഒരു ഗ്രോ ബാഗിൽ 3 തൈകൾ വെച്ചിട്ടാണ് നമ്മൾ നട്ടെടുത്തിട്ടുള്ളത്. ഏകദേശം 30ഓളം ഗ്രോ ബാഗുകളിലായി നട്ടെടുത്തിട്ടുള്ള തക്കാളി തൈകളാണ് ഇക്കാണുന്നവയെല്ലാം. നൂർമേനി സീഡ്സിൽ പച്ചമുളകിൻ്റെ തൈകളാണ് ഇക്കാണുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള പച്ചമുളകിൻ്റെ തൈകളാണ് ഇക്കാണുന്നതെല്ലാം. പച്ചമുളകിൽ പൊതുവായി വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് മുരടിപ്പാണ്. പച്ചമുളക് തൈയിൽ മുരടിപ്പെന്ന രോഗം പിടിപെട്ടാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് വളരെ വേഗത്തിൽ വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. വെള്ളീച്ചകളിൽ നിന്നുമാണ് ഈ ഒരു രോഗം പൊതുവെ കണ്ടുവരാറുള്ളത്. ഇനി നമ്മൾ മാറ്റി നട്ടിട്ടുള്ള നമ്മളുടെ ചീരത്തൈകളാണ് ഈ കാണുന്നതെല്ലാം. ഒരു ഗ്രോ ബാഗിൽ 3-4 തൈകൾ വെച്ച് നടാനായി സാധിക്കുന്നതാണ്. ചീരത്തൈകൾ നടുമ്പോൾ കുറേശ്ശെ അകലം പാലിച്ച് നടാനായി ശ്രദ്ധിക്കുക. നമ്മളുടെ ചീരത്തൈകൾ നട്ടതിന് ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗ്രോത്താണ് ഇക്കാണുന്നത്. ഏകദേശം 30ഓളം ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയിട്ടുള്ള ചീരത്തൈകളാണ് ഇക്കാണുന്നതെല്ലാം. പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ വളർന്നു വന്നിട്ടുള്ള ചീരത്തൈകളാണ്. ഇനി കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം ഗ്രോത്ത് വന്നിട്ടുള്ള നമ്മളുടെ ക്യാബേജിൻ്റെ തൈകളാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ക്യാബേജ് എന്ന് പറയുന്നത്. ഇക്കാണുന്നത് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ തൈകളാണ്. ഇതിന് ഏകദേശം 2 ആഴ്ചത്തെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള നമ്മളുടെ തക്കാളിച്ചെടികളാണ് ഇക്കാണുന്നവയെല്ലാം. ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള തക്കാളി തൈകളാണ് ഇക്കാണുന്നവയെല്ലാം. കായ്ഫലം വരാറായ ഈ ഒരു തക്കാളിച്ചെടി നമ്മൾ കമ്പുപയോഗിച്ച് കെട്ടിവച്ചിരിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇനി നമ്മളുടെ തക്കാളിച്ചെടിയിൽ പൂ പിടിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഏകദേശം മഞ്ഞ കളറിൽ ഇതേപോലെയുള്ള പൂക്കൾ പിടിച്ചതിന് ശേഷമാണ് ഇതിൽ തക്കാളി പിടിക്കുക. ഇനി ഈ കാണുന്നതെല്ലാം നമ്മുടെ പച്ചമുളക് വളർന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്. പച്ചമുളക് തൈകൾക്കെല്ലാം അത്യാവശ്യം ഗ്രോത്ത് വന്നിരിക്കുന്നു. ഈ കാണുന്നത് പൂ പിടിച്ചതിന് ശേഷം തക്കാളി ചെടിയിൽ തക്കാളി പിടിച്ചിട്ടുള്ള കാഴ്ചയാണ്. ഇനി നമ്മളുടെ പച്ചമുളക് തൈക്ക് ഗ്രോത്ത് വന്നതിന് ശേഷം പച്ചമുളക് തൈയിൽ പൂ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഏകദേശ വളർച്ച എത്തിയിട്ടുള്ള നമ്മളുടെ ചീരത്തൈകളാണ് ഇക്കാണുന്നതെല്ലാം. റെഡിഷ് കളറോട് കൂടി നിൽക്കുന്ന ഈ ചീരത്തൈകൾ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് ചീരകൾ വിളവെടുത്ത് തുടങ്ങാം. എന്തായാലും നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.